അമ്പലപ്പുഴയിൽ യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് സംശയം. കരുനാഗപ്പള്ളി സ്വദേശിയായ യുവതിയാണ് കൊല്ലപ്പെട്ടത്. വിജയലക്ഷ്മി എന്ന യുവതി കൊല്ലപ്പെട്ടു എന്നാണ് സംശയം. യുവതി അമ്പലപ്പുഴയിലുള്ള ആൺസുഹൃത്തുമായി അടുപ്പത്തിലായിരുന്നു. അമ്പലപ്പുഴ കരൂരിൽ കരുനാഗപ്പള്ളി പോലീസ് തെരച്ചിൽ നടത്തുന്നു. യുവതിയുമായി അടുപ്പമുണ്ടായിരുന്ന കരൂർ സ്വദേശി ജയചന്ദ്രൻ പോലീസ് കസ്റ്റഡിയിൽ. ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യുവിന്റെ വിശദാംശങ്ങളുമായി. മനീഷ്, എന്താണ് സംഭവം? അതിന് 2 ആഴ്ച മുമ്പാണ് കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള യുവതിയെ കാണാതായി എന്നുള്ള പരാതി പോലീസിന് ലഭിക്കുന്നത്. ഈ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിനുശേഷമാണ് എറണാകുളം ജില്ലയിൽ നിന്ന് KSRTC ബസ്സിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ കളഞ്ഞുപോയ രീതിയിൽ പോലീസിന് ലഭിക്കുന്നത്. ആ അന്വേഷണം എത്തി നിന്നത് വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ എന്ന തരത്തിലേക്കായിരുന്നു. ഈ മൊബൈൽ ഫോൺ അവസാനമായി ഓഫായത് അമ്പലപ്പുഴയിലാണെന്നും അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ യുവതിയുടെ ആൺസുഹൃത്തായിട്ടുള്ള ജയചന്ദ്രനിലേക്ക് പോലീസ് എത്തുന്നത്. തുടർന്ന് ഈ ജയചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ യുവതിയെ കൊലപ്പെടുത്തിയതായും അമ്പലപ്പുഴയിൽ മറവ് ചെയ്തതായുമാണ് പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഈ യുവതി വിവാഹിതയാണ്. ഇടുക്കിയിലാണ് ഇവരെ വിവാഹം ചെയ്ത് നൽകിയിരുന്നത്. ഈ ഭർത്താവുമായിട്ടുള്ള ചില സ്വരച്ചേർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് അവർ കരുനാഗപ്പള്ളിയിലെ സ്വന്തം വീട്ടിൽ എത്തിയത്. സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞ നാളുകളായി കഴിഞ്ഞുകൊണ്ടിരുന്നതും. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ജയചന്ദ്രനുമായി അടുപ്പത്തിലാകുന്നതും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതും. ജയചന്ദ്രന്റെ മൊഴി പ്രകാരം ജയചന്ദ്രനും അതുപോലെ തന്നെ ഈ യുവതിയും അമ്പലപ്പുഴയിൽ വെച്ച് കണ്ടുവെന്നും അതിനുശേഷമാണ് കൊലപാതകം നടന്നതെന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കാര്യം പൂർണ്ണമായും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ഈ ജയചന്ദ്രൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മൃതദേഹം കടലിലേക്ക് തള്ളാനുള്ള ഒരു സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. ഈ കൊന്നു കുഴിച്ചു മൂടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉടൻ തന്നെ പുറപ്പെട്ട് അവിടെ തെരച്ചിലിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അവിടുന്ന് ഈ കൊഴിച്ചുമൂടി എന്ന് പറയുന്ന ഭാഗം പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ഈ യുവതി കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരം. ആദരം. ശരി, മനീഷ് ഐഷ മാത്യുവാണ് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും.